അല്ല നിങ്ങളെങ്ങട്ടാ? ഞാൻ അങ്ങാടിക്ക് എത്തും. അപ്പൊ നിങ്ങള് പോയിട്ടാ മനസ്സാ. കുട്ടിക്കൊരു ലോഡ് വർക്ക് ഉണ്ട് ചെയ്യാൻ വിട്ടിക്കണ്. പാടിച്ചമ്പരാന് എന്നും ഉണ്ട് വർക്ക്. ആ അപ്പൊ ഈ മാസ്റ്റർമാർക്കും ടീച്ചർമാർക്കും ഇന്നത്തെ സ്കൂളിൽ പണിയാവോ? അതൊന്നും ഉച്ചറിയില്ല. കുട്ടികൾ നല്ലോണം പഠിച്ചെന്തെങ്കിലും ആണെങ്കിലേ അടുപ്പും കല്ലോലാകണമെന്നാ ആ ഹെഡ് മാസ്റ്റർ മീറ്റിംഗിൽ എന്നപ്പോ പറഞ്ഞത്. അടുപ്പും കല്ലുപോലെയായി. ആ കുട്ടി രക്ഷിതാവും അധ്യാപകരും ഇങ്ങനെ 3 അടുപ്പും കല്ല്. ഞങ്ങളൊക്കെ കാലത്ത് രക്ഷിതാക്കൾക്ക് ഒന്നും അറിയണ്ടിയില്ല. ഏതായാലും പഠിച്ചമ്പുരാനെ വൈകുന്നേരം ആവോളം ഈ വർക്കും പണി, വൈകുന്നേരമായ ഈ വർക്കിന്റെ കളി വല്ലാത്തൊരു അടങ്ങാറല്ലപ്പത്. മാസ്റ്റർമാർക്കും ടീച്ചർമാർക്കും ഇത് മൊബൈൽ കാർഡ് തള്ളിയാ മതിയല്ലോ. ഒക്കെ കുട്ടികളെ പഠിപ്പിച്ചതിന് പകരം രക്ഷിതാക്കൾ ഒരു പാഠം പഠിപ്പിച്ചാന്ന് വെച്ച് തോന്നേ. വന്നാ ആ ബുക്ക് കൊടുത്താ. ഇന്ന് ബുക്കിലല്ല, മുട്ടമ്മ ഫോട്ടം വരക്കലാണോലോ. മുട്ടമ്മേ മുടുകമ്മ ഫോട്ടം വരക്ക്. ആ പടച്ചമ്പുരാനെ അതെങ്ങനെ? നല്ല ചൊറുക്ക് വേണമെന്ന ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ചൊറുക്ക് ഓളെ ചെറിക്കൊന്ന് കൊടുക്കാൻ വേണ്ടേ? അല്ല ശൈനോ, മുടുക കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അവിടെ? ആ 2-3 ഉണ്ട്. ആ എന്നാ ഒന്നും എടുത്തോ. ഇരിക്ക്. ആ ഞാൻ പെണ്ണിന്റെ എടുത്താ. പെണ്ണോണ്ടല്ല, കളറോണ്ടാണ്. ആ എന്നാ ഇത് പച്ചങ്ങ എടുത്താ. വല്ലാത്തൊരു പച്ച. ഈ പച്ചയും ചോപ്പും മാത്രല്ല കളർ കേട്ടോ. അന്തല്ലാതെ അതിന് എന്തേലും അങ്ങോട്ട് കുത്തി വെച്ച് കൊടുക്കണ്ട. എന്നാ പിന്നെ അന്തല്ല അനക്കാണ് ചെയ്ത് കൊടുത്തുള്ളത്. ബാക്കിയുള്ളവരെ ഇറങ്ങാറാക്കണ് അല്ല. ഇപ്പൊ എന്തൊരു കൊണ്ടാ ബരക്ക ഒരു ഫേസ് ഫേസോ മുഖം വരക്കാണ് ടീച്ചർ പറഞ്ഞിരിക്കണേ. ടീച്ചറെ മോറോ? വേറെ ആരെങ്കിലും? ആ പിന്നെ എന്റെ ഉമ്മാന്റെ ഫോട്ടോ തന്നെ ആയിക്കോട്ടെ. എന്നാ പിന്നെ വട്ടം വരച്ചിങ്ങാണ്ട് 2 കുത്തും കുത്തിയ ഫോട്ടോ ആയല്ലോ. നിങ്ങളതേലുണ്ടല്ലോ നല്ല വടി പൊത്തത്. ഒരു തുടക്കാനോട് കൊണങ്ങ ഗർഭല്ലോ. അതിന്റെ പണി എത്തിയില്ലേ? ഇങ്ങോട് പെരുമാറുന്ന മാതിരി അയിമ പെരുമാറി അങ്ങനെ കാരം. അതിന്റെ മോട്ടിവേഷൻ ക്ലാസ് നിർത്തിക്കൊണ്ട് ഒരു തുണിക്കാനാണ് കൊണ്ടേ. അപ്പൊ എങ്ങനെയാ പൊട്ടിയത്? ഇത് ഇസ്രായേല് ഫലസ്തീക്ക് പോകുമ്പോട്ടില്ലേ ഈ പാച്ച് വന്നതാ. അല്ലോലോ മനസ്സാ, ആദ്യം എന്റെ ഉള്ളത്തതൊക്കെ കളഞ്ഞ് തോടുമേ ഫോട്ടം വരക്കേണ്ടിയത്. എന്നാ പിന്നെ നിനക്ക് ആദ്യം ചലിച്ചുടനോ? ഞാൻ ഒരു മുറുകയും കൂടി എടുത്താ. ഇപ്പൊ എങ്ങനെ ഇതിന്റെ ഉള്ളത്തെ എടുക്കാവോ? അതിനാണ് ഈ പപ്പടം തോണ്ടി ഇതോടെ ഓട്ടം അങ്ങോട്ട് ഇട്ടുകാണ്ട് ഈ പാത്രത്തിൽ അതങ്ങോട്ട് ഒഴിവാക്കി. എന്നിട്ട് അങ്ങോട്ട് വെച്ചളി പോട്ടം. കൊറക്കും വരും, ഞാൻ കടക്കാട്ടോ. ഉറങ്ങേ അപ്പൊ ഞാനാപ്പത് സ്കൂൾക്ക് പോണേ. ഇച്ച് പഠിച്ചാനാ അതൊക്കെ ഉണ്ടാക്കണേ. ഓ കഴിഞ്ഞിട്ടി. എന്നാ ഇത് പോരെ നോക്കാം. ഇതിന് ചെവില്ല. ചെവിയോ? കണ്ണും മൂക്കും ചുണ്ടും ചുറിയൊക്കെ അല്ലേ? അത് മതി. വല്ലാത്തൊരു വലിയടങ്ങാറല്ലപ്പത്. ഞാൻ കാട്ടിക്കായി അതടക്കം. ഇതിപ്പോ പണ്ടാറടങ്ങാന് ഒരു മുടുക്കിയും കൂടി ഇല്ലാടെ. അത് കൊണ്ടമ്മ നാട്ടപ്പാല ഒന്നും പണിയായി. നീ ഇവിടെ മുട്ടല്ലോ. ഇങ്ങനെയുണ്ട് മനുഷ്യനൊരു വലിയ ഇടങ്ങാറ്. നീ ബാഗ് ഇടുന്നുണ്ട് കേട്ടോ. അല്ലാ 2:30 മണിയായി. ഇനിയിപ്പോ എവിടെ കടക്കാൻ നേരം? അതെന്റെ ബാഗിലുണ്ട്.
എന്താ എന്താടി എന്റെ മുട്ട പൊട്ടിക്കുന്നു അപ്പാ തന്നത് എവിടെ തിരിഞ്ഞീനെ ടീച്ചർ ചീത്താടി മനസ്സാ നോക്കി ഈച്ചാണി കുട്ടീന്റെ മുട്ടത്തോട് പൊട്ടിക്കണേ ഏ മുട്ടുംകാലി പൊട്ടേ മുട്ടുംകാലല്ല മുട്ടത്തോടെ നല്ല ഫോട്ടോ വരച്ചീനില്ലേ യാ ഹുദാ അതും പൊട്ടിയോ ചൈന ഇജാ കുപ്പായം എടുത്ത ഇച്ചാ ടീച്ചർ ഒന്ന് കാണുന്നേ വേണം അതാണ് എന്റെ ടീച്ചർ ആ സിൻമോളെ എന്താ ഇവിടെ എന്താ ബടേന്നോ ഈ മുടുകിന്ന് വീയാത്ത കുട്ടികളെ കൊണ്ട് ഈ മുടുകമ്മ ഫോട്ടോ വരക്കാൻ അറിയാം നിങ്ങളെ തകിലി തീരെ വെളിയിലെ ടീച്ചറെ ഞാനെന്താ ചെയ്തത് പിന്നെ ആരാ ചെയ്യണ്ട് ഈ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളോട് ഇന്നലെ നിങ്ങൾ പാട്ടുണ്ടാക്കാൻ പറഞ്ഞു അതിന്റെ തലേന്ന് പേപ്പറോട് പൂജുണ്ടാക്കാൻ പറഞ്ഞു പുച്ചല്ല പാപ്പു ആ അതന്നെ ഇജ്ജ് മുട്ടല്ലേ പിന്നെ കാരറ്റ് കൊണ്ട് വിമാനം കടലാസ് കൊണ്ട് പുഗ് ഇതൊക്കെ ഈ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയൊക്കെ അറിയ ടീച്ചറെ നേരിയിലെ തന്തക്കും തള്ളക്കും പണിണ്ടാക്കങ്ങള് ഉപ്പ ഇതൊന്നും ഞങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല ഇപ്പോഴത്തെ സിലബസ് അങ്ങനെയാണ് സിലബസ് അങ്ങനെയാണ് ചെയ്യാണ്ട് അല്ല ആരും ഇവിടെ ബസ്സിന്റെ കാര്യം പറഞ്ഞു ബസ്സല്ല സിലബസ് അതായത് പഠന രീതി വിദ്യാഭ്യാസ വകുപ്പ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കാൻ പറയുന്നത് തന്നെ ഓലെന്നപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ ശ്ശോ, അല്ല ഓലെന്ന് കണ്ടാൽ ഒരു സംശയം ചോദിച്ചാണ്ടായി ഈ മൂടികിന് വിരിയാത്ത കുട്ടികള് മൂടികമ്മ ഫോട്ടം വരച്ചിട്ടും കടലാസ് കൊണ്ട് ബുക്ക് ഉണ്ടാക്കിയിട്ടും എന്തൊരു വിവരം കിട്ടാം അത് കാലം മാറിയതിനനുസരിച്ച് കുട്ടികളെ പഠിപ്പിച്ചണം അത് വേണ്ട തന്നെയാണ് ഇന്ന് ഓരോ സ്കൂളിന്റെ മികവും കുട്ടികൾക്ക് കിട്ടേണ്ട സൗകര്യങ്ങളും വളരെ മെച്ചപ്പെട്ടാണ് 100 110% ഞമ്മക്കും ബോധ്യാണ് പക്ഷെങ്കില് തിരക്ക് പിടിച്ച റോട്ടിൽ കൂടെ ഒന്ന് ബലം മുറിയാം ഇപ്പത്തെ കുട്ടിയൊക്കെ അറിയോ എത്ര അപകടങ്ങൾ ഒരു ദിവസം നടക്കുന്നത് അത് പോട്ടെ സ്വന്തം കുടുംബത്തിലുള്ളവരോട് നല്ല രീതിയിൽ ഒന്ന് പെരുമാറിയ കുട്ടിയൊക്കെ അറിയോ തന്തന വിലല്ല തള്ളന വിലല്ല പഠിച്ചാൻ പറഞ്ഞ കുട്ടികൾ തീരെ കേൾക്കില്ല മൊബൈൽ കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാൽ ഈ കേട്ട കാലത്ത് വേരിയും കുറിയും ആട്ടും പാട്ടൊന്നും മാണ്ടാന്നല്ല ഒരു മനുഷ്യനായി ജീവിച്ചല്ല പാഠം കൂടി ഈ കുട്ടികളെ പഠിപ്പിച്ചാലേ മറക്കരുതെന്ന് ഇങ്ങളെ സിലബസ് ഒന്ന് പറഞ്ഞു കൊടുക്കൂടി ടീച്ചറെ